നിങ്ങൾക്കെല്ലാവർക്കും ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനെ പറ്റി അറിയാമല്ലേ? പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വി-ഗാർഡിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇത് സാധാരണ നോർമൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പല്ല, ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ എല്ലാം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലേ? ആവശ്യത്തിന് ലഭിക്കാഴുകയും വിറകടുപ്പൊന്നും എല്ലാ വീട്ടിലും കാണില്ലല്ലോ. അപ്പോൾ ഗ്യാസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൽ വിവിധ മോഡുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് ഏത് തരം ഫുഡാണോ കുക്ക് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്കിതിൽ മോഡുകൾ മാറ്റാം. നിങ്ങൾക്ക് അവിടെ കാണാം, പാല് തിളപ്പിക്കാനുള്ള ഒരു മോഡുണ്ട്, ചപ്പാത്തി കുക്ക് ചെയ്യാൻ വേറൊരു മോഡുണ്ട്, പിന്നെ ബാർബിക്യൂ അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വേറൊരു മോഡുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മോഡുകൾ മാറ്റി കൊടുക്കാം. പിന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ ടൈമർ. എത്ര സമയം നമുക്ക് കുക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ടൈം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാം, നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് എന്തേലും യൂണിറ്റ് എടുത്ത് എത്ര വാട്ട്സ് ആയി എന്നൊക്കെ നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഒരു കപ്പാസിറ്റി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 പച്ചില എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള നല്ല ഫ്രഷ് പച്ചിലയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പച്ചില എത്ര നേരം കൊണ്ട് കരിഞ്ഞ് വരും എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഓൺ ആക്കുമ്പോൾ കണ്ടോ, നമ്മുടെ ആ ബേസ് നന്നായിട്ട് ചൂടായി റെഡ് കളറിൽ വരുന്നുണ്ട്. നമ്മുടെ ഇല നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എന്തേരം സമയം കൊണ്ട് കരിഞ്ഞ് വരുമെന്നേ. ഈ IR കുക്ക് ടോപ്പിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്നാന്ന് വെച്ചാൽ നമുക്കിതിൽ ഏത് തരത്തിലുള്ള പാത്രങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് മൺചട്ടി വരെ നമുക്കിതിൽ ഉപയോഗിക്കാം. പക്ഷേ നോർമൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആണെങ്കിൽ അതിൽ അടിഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമേ നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലും ഏത് ഷേപ്പിലും ഉള്ള പാത്രങ്ങൾ ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ബേസാണ് ചൂടാകുന്നത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനെ വെച്ച് നോക്കുമ്പോൾ. നമ്മൾ വെച്ച ഇല വാടി തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്ക് നോർമൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇൻഡക്ഷനെ വെച്ച് നോക്കുമ്പോൾ എല്ലാത്തരം പാത്രങ്ങളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഇൻഫ്രാറെഡിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പക്ഷേ കുക്കിംഗ് ഏതാണ് ഫാസ്റ്റായിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്ന് തന്നെയാണ്. ചൂട് കൂടുതൽ ഇൻഫ്രാറെഡിന് തന്നെ ആണെങ്കിലും ഫാസ്റ്റായിട്ട് കുക്കാവുന്നത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ചൂടിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ വിറകടുപ്പിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് അടിക്കുന്ന ആ ഒരു ചൂട് പോലെ തന്നെ ഈ ഇൻഫ്രാറെഡിൻ്റെ അടുത്ത് നിന്നാലും അത് ഓൺ ആണെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് ചൂട് വരും. അത് നല്ല രീതിയിൽ തന്നെ ചൂട് വരും. അത്രയ്ക്ക് ചൂട് ഇതിനുണ്ടെങ്കിലും ഫാസ്റ്റായിട്ട് കുക്കാവുന്നത് ഇൻഡക്ഷനാണ്. നമുക്ക് കറണ്ടിൻ്റെ കൺസപ്ഷൻ നോക്കിയാലും നോർമൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനെ അപേക്ഷിച്ച് ഇൻഫ്രാറെഡിന് തന്നെയാണ് യൂണിറ്റ് കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം ഇൻഫ്രാറെഡിൻ്റെ ബേസാണ് ചൂടാകുന്നത്. അത് ചൂടായി വരാനായിട്ട് നല്ല രീതിയിൽ തന്നെ കറണ്ട് ആവുന്നുണ്ട്. അപ്പം കറണ്ടിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ ഇൻഡക്ഷൻ തന്നെയാണൊരു നല്ല ചോയ്സ്. ഈ ഇൻഫ്രാറെഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ എത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചു, എത്ര ടെമ്പറേച്ചറിലാണ് എന്നൊക്കെ നമുക്ക് ഇതിൽ തന്നെ അറിയാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ആവശ്യം എല്ലാ തരത്തിലുള്ള പാത്രങ്ങളും ഇതിൽ വെച്ച് കുക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഇൻഫ്രാറെഡ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് കുക്കിങ്ങിൻ്റെ സ്പീഡ്, കുക്കിങ്ങിൻ്റെ ടൈം, ചൂട് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ തന്നെ തീരുമാനിക്കണം, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വേണോ അതോ ഈ IRൻ്റെ കുക്ക് ടോപ്പ് വേണോ എന്ന്. അപ്പോൾ ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള റിവ്യൂസും ടിപ്സും ഒക്കെ കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അതൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.